നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തോടെ കോൺഗ്രസ് ഒരു പാഠം പഠിച്ചു. കോൺഗ്രസിൽ ഇനി സെലിബ്രിറ്റി സംസ്കാരം വേണ്ട. സെലിബ്രിറ്റി സംസ്കാരം ഉണ്ടായാൽ അതൊരു മാഫിയ സംഘത്തെ രൂപപ്പെടുത്തും. പാർട്ടിക്ക് പുറത്തുനിന്നും പാർട്ടിയെ നിയന്ത്രിക്കുന്ന ഈ മാഫിയ സംസ്കാരം പാർട്ടിക്ക് അപകടകരമാണ്. അതുകൊണ്ട് കോൺഗ്രസിൽ ഇനി സെലിബ്രിറ്റി മാഫിയ സംസ്കാരം വേണ്ട എന്ന് പാർട്ടി ദൃഢനിശ്ചയം എടുത്തിരിക്കുകയാണ്. സൈബർ അണികളെയും പണവും മറ്റ് സ്വാധീനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ചിലരുടെ നീക്കങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിലേക്ക് നയിച്ചതെന്നും അത് പാർട്ടിയുടെ മുഖത്ത് കരിവാരിത്തേച്ച പോലെയായെന്നും ഇനി എങ്ങനെ പാർട്ടി ജനങ്ങളെ അഭിമുഖീകരിക്കുമെന്നുമാണ് സീനിയർ നേതാക്കളടക്കം പലരും ചോദിക്കുന്നത്. ചിന്തിക്കാനാവാത്ത വിധത്തിൽ ഒരു വലിയ പ്രതിസന്ധിയിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കോൺഗ്രസിനെ തള്ളിയിട്ടത്. കോൺഗ്രസിനെ മാത്രമല്ല, UDF-നെ ഒന്നാകെ അവർ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു. ലീഗിന് പോലും എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു നില വന്നു. ഇനി അത്തരത്തിലുള്ള പ്രതിച്ഛായ നിർമ്മാണമൊന്നും പാർട്ടിക്ക് വേണ്ട. പാർട്ടി നേതൃത്വത്തെ ധിക്കരിച്ച് ആരെങ്കിലും ഇത്തരത്തിൽ സ്വന്തം പ്രതിച്ഛായ നിർമ്മാണവും സൈബർ അണികളെ ഉപയോഗിച്ച് തങ്ങളുടെ പാർട്ടിക്കുള്ളിലെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ആക്രമണവും സംഘടിപ്പിച്ചാൽ പാർട്ടി കയ്യും കട്ടി നോക്കിയിരിക്കില്ല. അവരെ ആ നിമിഷം നുള്ളി പെറുക്കി പുറത്ത് കളയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം ഇപ്പോൾ മനസ്സിലാക്കാം, കോൺഗ്രസ് ഒരു പുതിയ പാതയിൽ ആയിക്കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഏതായാലും ഉർവശി ശാപം ഉപകാരം എന്ന അവസ്ഥയിലാണ് ഈ കോൺഗ്രസിനെ കൊണ്ടുചെന്ന് എത്തിച്ചത്. ഇനി കോൺഗ്രസിൽ ആരും സ്വന്തം പ്രതിച്ഛായ നിർമ്മിക്കാൻ ആരും മുന്നോട്ടിറങ്ങില്ല. സ്വന്തം സൈബർ സംഘങ്ങളെ ആരും ഉണ്ടാക്കില്ല. കേരളത്തിന് അകത്തു നിന്നും പുറത്തു നിന്നും പുതിയ പിന്തുണയൊന്നും ആരും തേടില്ല. സമുദായ സമവാക്യങ്ങളുമായി ആരും അംഗത്തിനിറങ്ങില്ല. എല്ലാം പാർട്ടിക്ക് അധീനമായിരിക്കും. അത് യുവ നേതാവായാലും സീനിയർ നേതാവായാലും എത്ര വലിയ സംഭാവന കോൺഗ്രസിന് നൽകിയ ആളായാലും ഇനി പാർട്ടിയിൽ വളയമില്ലാതെ ചാടിയാൽ വിവരമറിയും എന്ന കർശന സന്ദേശമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അത്രയേറെ പരിതാപകരമായ അവസ്ഥയിലേക്ക് കോൺഗ്രസിനെ തള്ളിവിട്ടു. കൈപ്പിടിയിലെത്തിയ ഭരണം തട്ടിക്കളയുന്ന അവസ്ഥയിലേക്ക് രാഹുൽ മാങ്കൂട്ടം വിഷയം വളർന്നപ്പോൾ പിന്നെ കോൺഗ്രസിന് എന്ത് ചെയ്യണമെന്നറിയാത്ത ചിന്താക്കുഴപ്പമല്ല, വലിയൊരു പ്രതിസന്ധിയിലായി. മുകളിൽ ആകാശവും താഴെ ഭൂമിയും എന്ന അവസ്ഥയിലായി. കയ്യിൽ ഭരണം കിട്ടുമായിരുന്നു വരുന്ന 3 മാസങ്ങൾക്കുള്ളിൽ നിന്ന് കോൺഗ്രസ് ഉറപ്പിച്ചതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ മികച്ച സ്ഥാനാർത്ഥി നിർണയം അടക്കം നടത്തി മുന്നോട്ട് പോകുമ്പോഴാണ് ഇടുക്കി പോലെ പെൺകുട്ടികളുടെ പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വരുന്നതും മുഖ്യമന്ത്രിക്കും KPC അധ്യക്ഷനും ഒക്കെ പരാതികൾ വരുന്നതും പിന്നീട് മാധ്യമങ്ങൾ അതെടുത്ത് കശക്കുന്നതും അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടി വരികയും അദ്ദേഹം ഒളിവിൽ പോവുകയും ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ടായത്. ഏതായാലും കോൺഗ്രസ് ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി ഇത്തരം മാഫിയ സംഘങ്ങളെ പാർട്ടിയിൽ വളർത്തേണ്ടതില്ല. പ്രതിച്ഛായ നിർമ്മാണം എന്ന് പറയുന്ന ഒരു മാഫിയ പ്രവർത്തനമാണ്. പാർട്ടിക്ക് മുകളിൽ ആർക്കും പ്രതിച്ഛായ വേണ്ട. പാർട്ടിയാണ് ഏറ്റവും വലിയ പ്രതിച്ഛായയും പാർട്ടിയാണ് ഏറ്റവും വലിയ അവസാന വാക്കും തണലും എല്ലാവർക്കും ഷെൽട്ടറും ഒരുക്കുന്നത്. അതുകൊണ്ട് പാർട്ടിയെ കവിഞ്ഞ് ഇനി ആരും വളരേണ്ടതില്ല. പാർട്ടി നേതാക്കന്മാരെ ബഹുമാനിക്കുകയും അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന നേതാക്കൾക്ക് മാത്രമേ ഇനി കോൺഗ്രസിൽ സ്ഥാനമുള്ളൂ എന്ന നിലപാടിലേക്ക് പാർട്ടി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പാർട്ടിക്ക് പുറത്തുള്ള ചില സങ്കേതങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അതിനായി പണവും മറ്റുള്ള സൗകര്യങ്ങളും പമ്പ് ചെയ്തുകൊണ്ട് പാർട്ടിയെ പിടിച്ചെടുക്കാനുള്ള നീക്കം നടത്തിയപ്പോൾ ആദ്യമൊക്കെ ഈ സീനിയർ നേതാക്കൾ അസ്തപ്രജ്ഞനായി നോക്കി നിൽക്കുകയായിരുന്നു. എന്നാൽ രാഹുലിനെതിരെയുള്ള വിവാദം ആരോപണം കടുത്തപ്പോൾ ഇനി നോക്കി നിന്നാൽ പാർട്ടി തകരുമെന്ന് മനസ്സിലായപ്പോഴാണ് അവർ രംഗത്തിറങ്ങിയതും രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ച് പുറത്താക്കിയതും. അങ്ങനെ കോൺഗ്രസിന് അവസാനത്തെ കൈ എന്നുള്ള നിലയിൽ, അവസാനത്തെ വഴി എന്നുള്ള നിലയിൽ പിടയുമ്പോൾ അവസാനത്തുള്ള ശ്വാസത്തിന് വേണ്ടിയുള്ള പരിശ്രമം എന്ന നിലയിൽ രാഹുലിനെ പാർട്ടിക്ക് പുറത്താക്കി ഇനി അയാളുമായി യാതൊരു ബന്ധമില്ലെന്ന് പ്രഖ്യാപിച്ചതും അതോടൊപ്പം തന്നെ ഇനി രാഹുലിൻ്റെ വഴിയെ ആരെങ്കിലും നീങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ സ്ഥാനവും പാർട്ടിക്ക് പുറത്തായിരിക്കുമെന്ന് പാർട്ടി നേതൃത്വം പറഞ്ഞത്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഒരു ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ പോലെയായി. കോൺഗ്രസിന് ഇനിയൊരു രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം ഉറപ്പു നൽകിയാണ്. ഇനിയൊരു രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർന്നു വന്നാൽ, ഇത്തരത്തിലുള്ള മാഫിയ സംസ്കാരവുമായി ആരെങ്കിലും ഉയർന്നു വന്നാൽ ആ നിമിഷം അയാളെ നുള്ളി പുറത്ത് കളയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്.